ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് അബി ആൻഡ് യു ആർ വാച്ചിങ് അബി ഗെയിമിംഗ്. സോ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ ഡേർട്ട് ഹൗസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ വുഡൊക്കെ കളക്ട് ചെയ്തു. ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വീട് ഉണ്ടാക്കാനാണ്, ഒരു സ്റ്റാർട്ടർ ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനായിട്ട് പ്ലാൻ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ ആയിട്ടാണ്. ഇത് ഇത്തിരി ടെറാഫോം ഒക്കെ ചെയ്തൊന്ന് നേരെ ആക്കണം. അതിന് ശേഷം ഞാൻ വീഡിയോ കിട്ടുന്നതാണ്. ഓക്കെ, കാരണം ഈറ്റ്സ് നോട്ട് സേഫ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇവിടെ മര്യാദക്ക് ഒരു കുഴിയല്ല, ഒന്ന് പ്ലെയിൻ ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പ്ലെയിൻ ആക്കാം കേട്ടോ. ഓക്കെ, സ്റ്റോൺ ഷവലും മറ്റാണ് ചെയ്യുന്നത്. അയണൊന്നും ഇതിലോട്ട് കിട്ടിയിട്ടില്ല. സോ അയൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. മെയിനായിട്ട് ഉണ്ടാക്കുന്നത് പിക്കാക്സ് ആണ്, കാരണം ഡയമണ്ട് വേണം. സോ പിക്കാക്സ് ആദ്യം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഞാൻ എൻ്റെ വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെമ്മരിയാടൊക്കെ പോകുന്നുണ്ട്, ഒരു പഞ്ഞിക്കുട്ടിയുണ്ട്, एक पिग. നമുക്കൊരു മരം. ഓക്കെ, നമുക്ക് സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, വീണിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓക്കെ കയറി. നമുക്ക് ഇവിടെ നിന്ന് ഒരു അളവ് ഇടണം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട്. ഓക്കെ ഓക്കെ, നമുക്കിത് കുഴിച്ചെടുക്കാം. എൻ്റെ ഷവല് പൊട്ടാറായി, അപ്പം തന്നെ പൊട്ടും. ഞാൻ ഇതിൻ്റെ മാക്സിമം ശബ്ദം കുറച്ച് വെച്ചേക്കുന്നതാണ്, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്തു നോക്കിയപ്പോൾ ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ശബ്ദം കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാമെന്ന് തോന്നുന്നു. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളെ വഴി വലുതാക്കാം. എൻ്റെ ഷവല് പൊട്ടിപ്പോയി. സോ നമുക്കൊരു പുതിയ ഷവലും കൂടെ ഉണ്ടാക്കണം. ഓക്കെ, ഇത്തിരി അധികം സ്റ്റോൺ ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എടുക്കാമല്ലോ. ഞാൻ എന്നിട്ട് പൊക്കത്തേക്ക് പോയി ഒരു ടോർച്ച് ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം. നമുക്ക് കോള് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ വുഡ് മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആ സംഭവമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫാർനസ് എടുത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമ്മളതെടുത്ത് മാറ്റും കേട്ടോ, അത് വേറെ കാര്യം. നമ്മുടെ ഓക്ക്വുഡ് ഇത്തിരി ഓക്ക്വുഡ് അല്ല, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കുറച്ച് സംഭവം എടുത്തിട്ട് കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ലാബ് എടുത്തിട്ട് നമുക്ക് ഫർണസിനകത്ത് വെക്കാം. നമുക്കൊന്ന് ഉറങ്ങാം. നൈറ്റ് ആയിട്ടില്ലേ? ആയല്ലോ. ആയി ഗൈസ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ നൈറ്റാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു നൈറ്റ് ഉണ്ടായിരുന്നു, ഈ എപ്പിസോഡിൽ ഒരു നൈറ്റായി. ഇനി നമുക്ക് കുറച്ച് എടുത്ത് വെക്കാം. ഒരു 7 ടോർച്ച് മതി, ധാരാളമാണ്. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. ഞാൻ അപ്പോഴേക്ക് ഒരു സ്റ്റോൺ ഷവലുണ്ടാക്കാം. ഓക്കെ, സ്റ്റോൺ ഷവൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഒരു അടിപൊളി ഇടൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഒരു സ്റ്റാർട്ടർ ഹൗസാണ്, അത് വേറെ കാര്യം. ഓക്കെ, ഏകദേശം കുഴി വെട്ടിക്കഴിഞ്ഞു. ഇതിൻ്റെ പൊക്കത്തായിരിക്കും ഞാൻ വീറ്റ് ഫാമും തുടങ്ങിയ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മൾ കുഴി അടച്ചിട്ടുണ്ട്. ഒക്കെ നമ്മളെ മൊത്തം സ്ഥലം വെട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. വായോ വെച്ചത്. ഓക്കെ, 5 ചാർക്കോളായിട്ടുണ്ട്. ഇതും വെച്ച് ആദ്യം 20 ടോർച്ച് ഉണ്ടാക്കാം. ഇറ്റ്സ് നൈസ്.
20 ടോർച്ചാണ് ഉണ്ടാക്കിയത്. നമുക്ക് ആ ഗോൾഡ് ആർമർ ഒന്ന് ഇട്ട് വെക്കാം, ചുമ്മാ ഒരു രസം. ഓക്കെ, ഞാനൊരു ചെസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ബിക്കോസ് ചെസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതിൻ്റെ വലിയ. ഇപ്പം നല്ല വെട്ടം വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും മര്യാദക്കൊന്നും കുഴി വെട്ടണം. ഞാൻ മിക്കവാറും ഇതന്നെ എൻ്റെ മൈനിങ് ഏരിയ ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറ്റ്സ് നൈസ് പ്ലേസ്. ഞാൻ ഇത്രയും കുഴിച്ചതാണ് ഓൾറെഡി. സോ ഞാൻ എന്തായാലും ഇത് മൈനിങ് ഏരിയ ആയിട്ട് എടുക്കാം. ഡയമണ്ട് കണ്ടുപിടിക്കാൻ കുഴിച്ചിട്ടൊക്കെ പോവാം. ഓക്കെ ഓക്കെ, നൈസ്. നമ്മളവിടെ ടോർച്ചപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട് പയ്യെ ഒന്ന് ഉണ്ടാക്കി തുടങ്ങിയാലോ ഗൈസ്? ഓക്കെ, നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്യാം. വീടിൻ്റെ പണി ആദ്യമായി നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് വെക്കാൻ വരണം. സ്പൈഡറിൻ്റെ ശബ്ദമല്ലേ ഞാൻ കേൾക്കണം? അതെ, സ്പൈഡർ ഇവിടെ ഉണ്ട്. ചെമ്മരിയാട്. 1 2 3 4 5 അഞ്ചാമത്തെ ബ്ലോക്ക്. അല്ല, 6ാമത്തെ ബ്ലോക്കിൽ വെക്കാം. വുഡ് പൊട്ടിക്കട്ടെ. ഓക്കെ, നമുക്കിനി 6 എണ്ണം അങ്ങോട്ടേക്ക് നീട്ടി വെക്കണം. 1 2 3 4 5 6. ഓക്കെ, ഇവിടെയൊക്കെ 6 വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇവിടെയും കൂടെ വെക്കാൻ നോക്കാം. എന്നിട്ട് ഇത് 3 എണ്ണം കൂടെ ഹൈറ്റ് കൂട്ടണം. 1 2 3. ഓക്കെ, ടോർച്ച് വെച്ചാണ് പൊട്ടിച്ചത്. അറിയാണ്ട് പൊട്ടിച്ച് ഇതാണ്. 1 2 3. നമുക്ക് പയ്യെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പോവാം. അതവിടെ അറിയാണ്ട് വെച്ചു പോയി. ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് ശരിയാക്കാം. തെറ്റിപ്പോയി. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 6 റിങ്ങും കൂടെ ഇവിടെ ഒന്നും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാവും. റിങ്ങല്ല, സോറി, ക്ഷമിക്കണം. ആ വുഡും കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റാവും. ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൂടി കണക്ട് ചെയ്യാം. എന്നിട്ട് താഴേക്ക് ചാടിയിട്ട് നമുക്ക് ബാക്കി താഴെ വെറുതെ പോയ വുഡെല്ലാം എടുക്കാം തിരിച്ച്. നമുക്കിത് സ്ട്രിപ്പ് ചെയ്താലോ? അപ്പോൾ നല്ലൊരു കളർ കിട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്ട്രിപ്പ് ചെയ്യാം. താഴേക്ക് ആദ്യം ഇറങ്ങട്ടെ. ഓക്കെ, ഇറങ്ങി. നമ്മുടെ ആക്സും പൊട്ടാറായി ഏകദേശം. സോ ആക്സ് പറഞ്ഞ് ഉണ്ടാക്കണം. ഇപ്പം തന്നെ വുഡ് ഏകദേശം തീരാറായി. 30 വുഡേ ഉള്ളൂ ഇനി. ഇതാണ് അപ്പോൾ നമ്മുടെ ഇത്രയും സ്ഥലം. നമുക്കിനി പയ്യെ സ്ട്രിപ്പ് ചെയ്യാം. ഇപ്പം തന്നെ പൊട്ടാറായി. ഓക്കെ, അതും പൊട്ടിയിട്ടുണ്ട്. സോ നമുക്കൊരു ആക്സും കൂടി ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഷവലുണ്ടാക്കി, അതുകൊണ്ട് ഷവലുണ്ടാക്കണ്ട. എവിടെ ഓക്കെ, ഒരു ആക്സ്. നമ്മുടെ ഗോൾഡ് ആക്സ് ഉണ്ടായിരുന്നു, അത് വേണമെങ്കിൽ വെച്ച് സ്ട്രിപ്പ് ചെയ്യാം. പക്ഷെ പെട്ടെന്ന് തീർന്നു പോകും. വെറുതെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അതുകൊണ്ട്. വല്ല നെതറിലൊക്കെ പോകുമ്പോൾ അത് ഉപയോഗിക്കാം. അല്ലാണ്ട് ഇവിടെ ഓവർ വേൾഡിൽ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഓക്കെ, ഇത്ര ആക്കിയിട്ടുണ്ട്. നൈസ്, ഇത് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. ഇനി എൻ്റെ ഇത് സ്റ്റോൺ താഴെ വെക്കാം. ഓക്കെ, സ്റ്റോൺ താഴെ വെച്ചിട്ട് നമ്മുടെ ഈ ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് അതിൻ്റെ പൊക്കത്ത് വെക്കാം. ഇതെടുത്തിട്ടുണ്ട്. 1 2. ഇവിടെ വെച്ചില്ല. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ അടിപൊളിയായിരിക്കുമല്ലോ. പറക്കി വെച്ചതിനാ. ഇത് മതി. നമ്മൾ ഡോറ് വെക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, അപ്പം
ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരെണ്ണം, ഇതിവിടെ വെച്ചിട്ട് നമ്മുടെ ആക്സ് എടുത്തിട്ട് ഇവിടേക്ക് വെക്കാം. ഓക്കെ, ഇത് കൊള്ളാം, അടിപൊളിയാണ്. എന്നിട്ട് ഇവിടെ ഒരു വിൻഡോവും കൂടെ വെക്കാം, അപ്പോൾ കറക്റ്റാവും. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ഈ ഓക്ക് പ്ലാങ്ക് വെച്ച് അങ്ങോട്ട് മൂടാം. പൊക്കത്ത് ഞാൻ സ്ലാബ് വെക്കണത്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ 3 എണ്ണം. ഇവിടെ ഒരു സൈഡ് ഡോർ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ട് ഇങ്ങനെ വെക്കണം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാഴ്ചകളെ കാണുമല്ലോ. ഞാൻ തന്നെ കൂട്ടിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ലാബ് ഉണ്ടാക്കാം. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ട് വെക്കാം. കാരണം അപ്പം ഇങ്ങനെ ഓടി ഓടി നടന്നാൽ നമ്മൾ സ്റ്റാർവിങ് ചെയ്യും. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തു ഉടനെ ഇനി നമുക്കതെടുക്കാം. ഓക്കെ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അത് എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി തന്നെ വെക്കാം. അതാകുമ്പോൾ ഞാൻ പൊട്ടിക്കണ്ടല്ലോ. ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി സ്ലാബ് ഉണ്ടാക്കാം. സ്ലാബ് ഞാൻ ബേർച്ച് വുഡും വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ ഈ സ്ഥലം തീരെ ഇല്ല. ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം പെട്ടെന്ന്. ഈ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ചെസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, ഓപ്സ്, താഴെയായിപ്പോയി. അത് പൊട്ടിക്കാൻ സാധ്യത. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ആ സെറ്റിങ്സിലൊന്ന് കയറിയിട്ട് ഓഡിയോ എടുത്തിട്ട് മറ്റേ ഹോസ്റ്റൽ മോബ്സിൻ്റെ ശബ്ദം ഇത്തിരി കൂട്ടിയിടാം. എവിടെ നിന്നാണ് വരണേന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഹോസ്റ്റൽ മോബ്സ്, ഹോസ്റ്റൽ 90 ഇട്ടിട്ടുണ്ട്. അത് മതി, ധാരാളം. എനിക്ക് സ്പൈഡറിൻ്റെ ശബ്ദം എവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണോ എന്തോ. ഓക്കെ, ഇറ്റ്സ് റിയലി നൈസ്, സൂപ്പർ. ഇവിടെ ഒരു ടോർച്ചും ഇവിടെ ഒരു ടോർച്ച് വെക്കുമ്പോൾ ഇവിടെ ഇത്രയും കറക്റ്റ്. എനിക്ക് പേടിയാവുന്നുണ്ട്. എവിടെ നിന്നോ കുറച്ച് സ്കെൽട്ടൻ്റെയും സ്പൈഡറിൻ്റെയും ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഡോറും വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി പരിപാടി നാളെ ചെയ്യാം ഗൈസ്. ഇന്നെനിക്കിപ്പോൾ ഇത്ര സമയമുള്ളൂ. വീടിൻ്റെ ഇത്രയും കാര്യം കഴിഞ്ഞു. സോ നമുക്കിനി അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ കാണാം. അതിന് മുമ്പ് രാത്രിയായിരുന്നു, ഉറങ്ങിയിട്ടും കൂടെ. ഈ ഒരു നൈറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. വീട് അത്യാവശ്യത്തിന് കൊള്ളാം. നാളെ റൂഫും കൂടെ വെക്കുമ്പോൾ സെറ്റായിരിക്കും. നൈറ്റ് ആവുന്നുണ്ട്. നൈറ്റായിട്ട് ഉറങ്ങിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പ്ലീസ്. എൻ്റെ ഒരു അപേക്ഷയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഗൈസ്. എനിക്കൊരു വലിയൊരു പ്രചോദനമായിരിക്കും അത്, ഇനിയും വീഡിയോ ഇടാനുള്ള പ്രചോദനം. സോ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. ഓക്കെ, സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പൊങ്ങുന്നു. ഓക്കെ ഗൈസ്, ഉറങ്ങട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. നമുക്ക് അടുത്തൊരു കിടിലക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ബ്രോൾ സ്റ്റാർസിൻ്റെ വീഡിയോ ഇന്ന് വൈകുന്നേരം വരുന്നതാണ്. വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരുന്നതാണ്. സോ ബൈ ഗൈസ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ, ബൈ ബൈ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്കും ചെയ്യൂ. ബൈ ബൈ.